യാ മഅ്ശറന്നാസ്, ഓ ജനങ്ങളെ, ഇത്തഖുസിനാ, നിങ്ങൾ വ്യഭിചാരം സൂക്ഷിക്കണേ. ഫഇന്ന ഫീഹി സിത്ത ഖിസാൽ, വ്യഭിചാരത്തിൽ 6 കാര്യങ്ങളുണ്ട്. വ്യഭിചാരത്തിൽ 6 വിഷയങ്ങളുണ്ട്. സലാസുൻ ഫിദ്ദുനിയാ, 3 കാര്യം ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടും. വസലാസുൻ ഫിൽ ആഖിറ, 3 കാര്യം ആഖിറത്തിൽ വെച്ച് കിട്ടും. ഒന്നാമതായി കിട്ടുന്നത് എന്താണ് ദുനിയാവിൽ? അമ്മല്ലതീ ഫിദ്ദുനിയാ, ദുനിയാവിൽ വ്യഭിചാരിക്ക് കിട്ടുന്നത് എന്താണ്? ഫയദ്ഹബുൽ ബഹാ, അവന്റെ ശരീരത്തിന്റെ ലാവണ്യം നഷ്ടപ്പെട്ടു പോകും, ശരീരത്തിന്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോകും, ശരീരത്തിന്റെ വെളിച്ചം പോയി പോകും. വ്യഭിചാര കുറ്റം ചെയ്യുന്നവർ അവര് നേരത്തെ നല്ല കാഴ്ചക്ക് ഭംഗിയുള്ളവരാണെങ്കിൽ തന്നെ വ്യഭിചാര കുറ്റം ചെയ്യുന്നതിനാൽ ശരീരത്തിന്റെ ലാവണ്യം നഷ്ടപ്പെടുന്നു. അത് ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടുന്ന ഒരു ശിക്ഷയാണ്. പിന്നെയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വയൂരിസുൽ ഫഖർ, വ്യഭിചാര കുറ്റം ചെയ്യുന്നവൻ ദാരിദ്ര്യം നേരിടും, സാമ്പത്തികമായ പ്രതിസന്ധി നേരിടും, സാമ്പത്തികമായ ദാരിദ്ര്യം, ഫഖീർ തരം വരും. വ്യഭിചാരത്തിന് അങ്ങനെ ഒരു ദോഷമുണ്ട്, അങ്ങനെ ഒരു ദൂഷ്യമുണ്ട്. വ്യഭിചാര കുറ്റം ചെയ്യുന്നവന് ദാരിദ്ര്യം വരും. പിന്നെയോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വയൻഖുസുൽ ഉമർ, അതേ ആയുസ് ചുരുങ്ങിപ്പോകും, ആയുസ് ചുരുങ്ങിപ്പോകും. വ്യഭിചാര കുറ്റം ചെയ്യുന്നതിനാൽ ദുനിയാവിലുണ്ടാകുന്ന 3 കാര്യങ്ങൾ: ഒന്ന് മനുഷ്യന്റെ ലാവണ്യം നഷ്ടപ്പെടുന്നു, മറ്റൊന്ന് മനുഷ്യനതാ ദാരിദ്ര്യം പിടികൂടുന്നു, മൂന്നാമതായി അവനതാ ആയുസ് ചുരുങ്ങിപ്പോകുന്നു. ഒരുപക്ഷേ മാരകമായ രോഗം പിടിപെട്ട്, ഒരുപക്ഷേ എയ്ഡ്സ് രോഗം പിടിപെട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗം പിടിപെട്ട്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രോഗം പിടിപെട്ട്, അല്ലെങ്കിൽ ഒരു രോഗവുമില്ലാതെ എന്തോ ആകട്ടെ ആയുസ് ചുരുങ്ങിപ്പോകാൻ വ്യഭിചാരം കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. വഅമ്മല്ലതീ ഫിൽ ആഖിറ, എന്നാൽ പാരത്രിക ലോകത്ത് സംഭവിക്കുന്ന 3 കാര്യം എന്താണ്? ഫസഖ്തുല്ലാഹി സുബ്ഹാനഹു വതആല, അല്ലാഹുവിന്റെ കോപമാണ്. സുഹൃത്തുക്കളെ, പടച്ചവൻ സൃഷ്ടിച്ച ഭൂമിയിൽ നിന്ന് അവൻ കൊടുത്ത ആരോഗ്യത്തോടെ, അവൻ കൊടുത്ത അവയവം കൊണ്ട്, അവൻ അവയവങ്ങൾ കൊടുത്തത് അവന് നന്ദി ചെയ്യാനാണ്. ലൈംഗിക അവയവം അവനതാ അവന്റെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്. അതിന്റെ പുറമേ മനുഷ്യോൽപത്തി, തറവാടിത്തമുള്ള സംസ്കാരമുള്ള അതേ മനുഷ്യോൽപത്തിയുടെ നിലനിൽപ്പിനാണ്. ആ അവയവങ്ങൾ അല്ലാഹു പൊരുത്തപ്പെടാത്തതിന് അവൻ കാണുന്ന വിധത്തിൽ തന്നെ, അവൻ കാണാത്ത രഹസ്യമുണ്ടോ, പരസ്യമുണ്ടോ? ആ രാജാവിന്റെ മുന്നില് അവന്റെ മലക്കുകള്, അവന്റെ ഭൂമിയിലെ മറ്റ് സൃഷ്ടികള്, ആ സൃഷ്ടികളെല്ലാം കാണുന്ന വിധം അവനെ ധിക്കരിച്ച്, അവൻ കണിശമായി വിരോധിച്ച വ്യഭിചാരത്തിന് പോയവൻ അവനതാ പാരത്രിക ലോകത്ത് വരുമ്പോ സുഹൃത്തുല്ലാ, പടച്ചവന്റെ കോപമാണ്. അതാണ് അവന് ലഭിക്കുന്ന, ആഖിറത്തിൽ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം. വസൂൽ ഹിസാബ്, അവനെ കണക്ക് നോക്കുന്ന സമയത്ത് അവനെ ദുഃഖിതനാക്കുന്ന, അവനെ വല്ലാതെ ദുഃഖത്തിലാഴ്ത്തുന്ന വല്ലാത്ത കണക്ക് ചോദ്യമാണ് വ്യഭിചാരിക്ക് നൽകപ്പെടുന്നത്. വഅദാബുന്നാർ, ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിന്റെ തീയാണ് മൂന്നാമതായി ആഖിറത്തിൽ അനുഭവിക്കാനുള്ളത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുഹൃത്തുക്കളെ, വളരെ ഗൗരവമുള്ള തെറ്റാണ് വ്യഭിചാരം. അതുകൊണ്ട് തന്നെയാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്ന് ചോദിച്ചു, അയ്യുദ്ദംബി അഅ്ളമു ഇൻദല്ലാഹ്, പടച്ചവന്റെ അടുക്കൽ ഏറ്റവും വലിയ പാപം എന്താണ് നബിയേ? അവിടുന്ന് പറഞ്ഞു, നിന്നെ ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അള്ളാഹുവിനെ തുല്യനാക്കലാണ്, തുല്യനെ വിശ്വസിക്കലാണ്. പിന്നെ ഏതാണെന്ന് ഞാൻ നബി തങ്ങളോട് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, നിന്റെ കൂടെ ഭക്ഷിക്കുന്നത് ഭയപ്പെട്ട് നീ നിന്റെ കുട്ടിയെ കൊല്ലലാണ്, നീ നിന്റെ കുട്ടിയെ കൊല്ലലാണ്. സുഹൃത്തുക്കളെ, ധാരാളം പെൺകുട്ടികളെ കുഴിച്ചു മൂടിയൊരു കാലമായിരുന്നു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം. പക്ഷേ അത് പ്രസവിച്ചതിന് ശേഷമാണ് കേട്ടോ. ഇപ്പോൾ കുട്ടികളെ പലപ്പോഴും അമ്മമാര് കൊല്ലുന്നത് വയറ്റിലിട്ടിട്ടാണ് കേട്ടോ. ഞാൻ വേദനയോടെ പറയട്ടെ, മഞ്ചേരിക്ക് സമീപമുള്ള ഒരു ലേഡി ഡോക്ടർ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു സങ്കടം പറയാനുണ്ട്. എന്താ പറയാനുള്ള സങ്കടം? ആ ഡോക്ടർ പറയുകയാണ്, നല്ല പർദ്ദ ധരിച്ച എത്രയോ സ്ത്രീകൾ എന്നെ സമീപിക്കുന്നു. അവർക്കെന്താ വേണ്ടത്? അവരെ വയറ്റിലുള്ള കുട്ടിയെ കൊന്നുകൊടുക്കണം, അവരെ വയറ്റിലുള്ള കുട്ടിയെ കൊന്നുകൊടുക്കണം. അതിനുവേണ്ടിയാണ് അവർ വരുന്നത്. അവരുടെ ഗർഭം അപോഷനാക്കാനാണ് വരുന്നത്. ഞാൻ അവരെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തും. നമ്മുടെ മക്കളെ നമ്മളെ വയറ്റിലിട്ട് കൊല്ലരുതെന്ന് ഞാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ പല ഹൈന്ദവ സഹോദരിമാരും എന്നാൽ വേണ്ടെന്ന് പറഞ്ഞ് ഉത്ബോധനം സ്വീകരിച്ച് തിരിച്ചു പോകും. പക്ഷേ നമ്മുടെ മുസ്ലിം സ്ത്രീകൾ അതാ പർദ്ദയും ധരിച്ചു വന്നിട്ട് അവരോട് എത്ര തന്നെ ഉപദേശിച്ചാലും അവരിൽ പലരും ചെവിക്കൊള്ളുന്നില്ല. അവരെ വയറ്റിലുള്ള കുട്ടിയെ അവർക്കൊന്ന് കൊന്നുകൊടുക്കണം. അതുകൊണ്ട് ഉസ്താദ് ഈ കാര്യം വയതിലൊന്ന് പറയണമെന്ന് ആ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഓ സഹോദരിമാരേ, നിങ്ങളെ സ്വന്തം മക്കളെ നിങ്ങൾ വയറ്റിലിട്ട് കൊല്ലരുതേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സ്വന്തം ഉമ്മാന്റെ അതാ തുണിയുടെ കോന്തല പിടിച്ചിട്ട്, ഉമ്മയുടെ തുണിയുടെ തല പിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് മരിച്ചുപോയ കുട്ടി, ചാടക്കുട്ടിയെയാണ് പ്രസവിച്ചതെങ്കിൽ, മരിക്കുന്ന സമയത്ത് ജീവനില്ലാതെയാണ് കുട്ടിയെ പ്രസവിച്ചതെങ്കിൽ തന്നെ ആ കുട്ടി ഉമ്മയുടെ തുണിയുടെ തല പിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾക്ക് ഉമ്മത്തിനെ സംഭാവന ചെയ്യേണ്ട സഹോദരിമാരേ, ഹബീബായ നബി തങ്ങളെ സ്നേഹിക്കുന്ന സഹോദരിമാരേ, അന അവ്വലു മൻ യുഹർരികു ഹൽഖൽ ജന്ന, സ്വർഗത്തിന്റെ വട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കി സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവാണെന്ന് അവിടുന്ന് അഭിമാനം പറഞ്ഞിട്ടുണ്ട്. ആ നേതാവ് ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിലെത്തേണ്ട പെണ്ണേ, നിന്റെ വയറ്റിലിട്ട് നിന്റെ സ്വന്തം കുഞ്ഞിനെ നീ കൊന്നുകളയല്ലേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കൂടെയിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള കുട്ടിയെ വയറ്റിലിട്ട് കൊല്ലുന്നവനാണ് ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നവൻ. പിന്നെ ഏത് തെറ്റാണ് നബിയെ? ഭീകരമായ തെറ്റ്, അതാ മാരകമായ തെറ്റ് എന്ന് ചോദിക്കുമ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅന്തസിനിയ ബിഹലീലതി ജാരിക, നിന്റെ തൊട്ടടുത്ത വീട്ടുകാരന്റെ, നിന്റെ തൊട്ടടുത്ത റൂമുകാരന്റെ, നിന്റെ തൊട്ടടുത്ത അടുത്തുള്ള ആളുകളുടെ അവരുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക. അതെ, നിന്റെ
നിന്റെ സ്വന്തം റൂമിന്റെ അപ്പുറത്തെ റൂമിലുള്ള ജ്യേഷ്ഠന്റെയോ അനുജന്റെയോ അല്ലെങ്കിൽ അതാ മറ്റൊരാളുടെയോ ഭാര്യയെ, അല്ലെങ്കിൽ നിന്റെ തൊട്ടടുത്ത വീട്ടിലുള്ള മറ്റൊരാളുടെ ഭാര്യയെ നീ വ്യഭിചരിക്കുക. അതേറ്റവും വലിയ തെറ്റാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ അതിന്റെ സ്ഥിരീകരണമായി ഖുർആനിൽ അല്ലാഹു ഇറക്കിയ ആയത്താണ് വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖറ വലാ യഖ്തുലൂന النفس التي حرم الله إلا بالحق ولا يزنون.